നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. സന്തോഷവും സമാധാനവും ഒക്കെയുള്ള ഒരു ദിവസമായിരിക്കട്ടെ ഇന്ന് എന്നൊരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും രാവിലെയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. ആദ്യം നമുക്ക് നോക്കാം പ്രധാന വാർത്തകൾ. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തുടർ നടപടികൾക്ക് കൊല്ലം വിജിലൻസ് കോടതി. കെ.പി. ശങ്കരദാസിനെ റിമാൻഡ് ചെയ്തേക്കും. നടപടികൾക്കായി ജഡ്ജി ആശുപത്രിയിലെത്തും. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. പത്തനംതിട്ട 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാനുള്ള നടപടികളും തുടരുന്നു. വിഷയം നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിലെത്തിക്കാൻ നീക്കം. മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന്. വോട്ടെടുപ്പ് 29 കോർപ്പറേഷനുകളിൽ. മത്സരം 2869 സീറ്റുകളിൽ. SIR കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ. കേരളം നൽകിയ ഹർജി പരിഗണിക്കും. CPM, CPI, കോൺഗ്രസ് പാർട്ടികളുടെ ഹർജികളും പരിഗണനയ്ക്കും. ജനനായകൻ തിയേറ്ററിലെത്തുമോ? ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. റിലീസ് സ്റ്റേ ചെയ്ത മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരായ ഹർജി പരിഗണിക്കും. ആദ്യ ദിവസം അവസാനിക്കുമ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന്റെ മുന്നേറ്റം. പോയിന്റ് നിലയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി കോഴിക്കോടും തൃശൂരും. തിരുവാതിര, നാടോടി നൃത്തം, മംഗലം കളി, നാടകം തുടങ്ങിയ മത്സര ഇനങ്ങൾ ഇന്ന് വേദി. വാർത്തകളിലേക്ക് വിശദമായി തന്നെ നമുക്ക് പോകാം. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഉച്ചയ്ക്ക് 2 മണിയോടെ പത്തനംതിട്ട 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ രാഹുലിനെ ഹാജരാക്കും. തുടർന്ന് കസ്റ്റഡി SIT ആവശ്യപ്പെടില്ല. തിരികെ ജയിലിലേക്ക് മാറ്റും. പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കുന്നത്. അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ലെന്ന വിവരം SIT കോടതിയെ അറിയിക്കും. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഈ തെളിവുകളൊക്കെ ശേഖരിക്കുക എന്നത് അന്വേഷണ സംഘത്തിന് മുന്നിൽ പ്രതിസന്ധിയായി നിലനിൽക്കുകയല്ലേ? 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് ഇന്ന് ഉച്ചയോടെ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി അവധിയായതിനാൽ മജിസ്ട്രേറ്റിന്റെ വസതിയിലാകും രാഹുൽ മാങ്കൂട്ടത്തിനെ ഉച്ചയോടെ ഹാജരാക്കുക. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാകും പ്രതിഷേധ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് പോലീസിന്റെ നീക്കങ്ങൾ. നിലവിലെ സാഹചര്യത്തിൽ യാതൊരു തരത്തിലും പോലീസിന്റെ ചോദ്യങ്ങളോട് കൃത്യമായ ഉത്തരം നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങൾക്ക് ശക്തി പകരാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്ന ചാറ്റുകളും അടക്കം അതിന്റെ പൂർണ്ണ രൂപം അന്വേഷണ സംഘം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം രാഹുൽ ഇതുവരെ പാസ്വേഡ് കൈമാറാൻ തയ്യാറായിട്ടില്ല. അത് ഫോൺ അൺലോക്ക് ആക്കുന്നതിനായി ആ ഫോണിൽ പ്രധാനപ്പെട്ട തെളിവുകൾ ഉണ്ട് എന്നാണ് SITയുടെ നിഗമനം. അതോടൊപ്പം ഇതുവരെ കണ്ടെത്താത്ത ഒരു ലാപ്ടോപ്പ് കൂടിയുണ്ട്. ആ ലാപ്ടോപ്പ് എവിടെയാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ അതിൽ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നതിലും വ്യക്തത കൈവരികയുള്ളൂ. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഊർജിതമായി തന്നെ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ഇന്നലെ രാഹുലിന്റെ വീട്ടിലും അടൂരിലെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു. 10 മിനിറ്റ് മാത്രമാണ് ഈ പരിശോധന നീണ്ടത്. പക്ഷെ അവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിയത്തില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഈ മൊബൈൽ ഫോൺ അൺലോക്ക് ആക്കാൻ സമ്മതിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് മജിസ്ട്രേറ്റിനെ അന്വേഷണ സംഘം അറിയിക്കും. തുടർന്ന് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങില്ല, പകരം ഡിജിറ്റൽ തെളിവുകൾ പരമാവധി ശേഖരിക്കാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കും. രാഹുലുമായി പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രതിഷേധങ്ങളാണ് അന്വേഷണ സംഘം നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. അതുകൊണ്ടാണ് തെളിവെടുപ്പിനായി അടക്കം ഇനി കസ്റ്റഡിയിൽ വാങ്ങേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നതും. അതിനിടെ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കവും SIT ഊർജിതമാക്കിയിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ രാഹുലിനെ നിയമസഭയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു പരാതി സ്പീക്കർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനുള്ള സമ്മർദ്ദം അതേറുകയല്ലേ?
കഴിഞ്ഞ ദിവസമാണ് നിയമസഭാ സ്പീക്കർക്ക് ഇതുമായി ബന്ധപ്പെട്ട് DK മുരളി MLA ഒരു പരാതി കൈമാറിയിരിക്കുന്നത്. ആ പരാതി സഭയുടെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ച് അത് എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റിക്ക് കൈമാറുമായിരിക്കും. അവിടെ നിന്ന് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും സ്പീക്കർ പിന്നീട് അത് ഗവർണർക്ക് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാനായി റിപ്പോർട്ട് സമർപ്പിക്കുക. അവിടെ നിന്നാകും തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും വരുന്ന സഭാ സമ്മേളനത്തിനിടയിൽ തന്നെ ഈ രാഹുൽ വിഷയത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് സഭ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു MLA അയോഗ്യനാക്കാനായി ഇത്തരത്തിൽ ഒരു പരാതി കൊണ്ടുവരുന്നതും അതുമായി ബന്ധപ്പെട്ട് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാൻ തീരുമാനമെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതിന് പ്രതിപക്ഷത്തിന്റെ കൂടെ പിന്തുണ ഒരുപക്ഷെ ലഭിച്ചേക്കും എന്നാണ് സൂചന. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ ഇന്ന് റിമാൻഡ് ചെയ്യും. ശങ്കരദാസ് ചികിത്സയിലുള്ള തിരുവനന്തപുരത്തെ ആശുപത്രിയിലെത്തിയാകും കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി നടപടികൾ പൂർത്തിയാക്കുക. ആരോഗ്യനില മോശമായതിനാൽ ശങ്കരദാസിനെ ജയിലിലേക്ക് മാറ്റില്ല. ആശുപത്രിയിൽ തന്നെ ശങ്കരദാസ് തുടരും. SP ശശിധരന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിലെത്തിയാണ് ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് KP ശങ്കരദാസിന്റെ അറിവോടെയാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. A പത്മകുമാറിനെയും N വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്തിട്ടും KP ശങ്കരദാസിനെതിരെ നടപടി വൈകുന്നതിനെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരുന്നത്. മഹാരാഷ്ട്രയിലെ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന്. ബൃഹൻ മുംബൈ പ്രിൻസിപ്പൽ കോർപ്പറേഷനാണ് പ്രധാന ശ്രദ്ധാകേന്ദ്രം. പൂനെ, താനെ, നാഗ്പൂർ, സംഭാജി നഗർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ വോട്ടർമാരും ബൂത്തിലെത്തും. 2869 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. 15931 സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് മത്സരത്തിലുണ്ട്. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, വോട്ടെടുപ്പ് ആരംഭിച്ചോ? എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? അനുശ്രീ, മഹാരാഷ്ട്രയിലെ 29 കോർപ്പറേഷനുകളിലേക്കുള്ള വോട്ടെടുപ്പ് അല്പസമയത്തകം തന്നെ ആരംഭിക്കും. 29 കോർപ്പറേഷൻ, അതിൻ്റെ വോട്ടെടുപ്പ് 7:30 മുതൽ 5:30 വരെയാണ് വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും 29 കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ പോലും BMC ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആര് ഭരിക്കും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായത്. ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്നത് മുംബൈയിലേക്കാണ്. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, സംസ്ഥാനങ്ങളെക്കാൾ വലിയ ബജറ്റ്, ചെറിയ സംസ്ഥാനങ്ങളെക്കാൾ വലിയ ബജറ്റുള്ള കോർപ്പറേഷനാണ്. ഒപ്പം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ കോർപ്പറേഷൻ. കൂടാതെ ശിവസേനകളുടെ ശക്തി കേന്ദ്രം. അങ്ങനെ പല വിശേഷണങ്ങളുണ്ട് BMCക്ക്. കാരണം കഴിഞ്ഞൊരു 25 വർഷത്തെ ചരിത്രം BMCയുടെ എടുത്തു കഴിഞ്ഞാൽ ശിവസേനയുടെ വലിയ ആധിപത്യമുള്ള കോർപ്പറേഷനാണ് അത്. 97 മുതൽ 2022 വരെ അവരാണ് ഭരിച്ചിരുന്നത്. ഏറ്റവും ഒടുവിലായി തെരഞ്ഞെടുപ്പ് നടന്നത് 2017 അന്ന് ശിവസേന പിളർന്നിട്ടില്ല. ശിവസേന ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയായിരുന്നു. കേന്ദ്രത്തിൽ അവർ NDAയുടെ ഭാഗമാണ്, സംസ്ഥാനത്ത് NDAയുടെ ഭാഗമാണ്. ആ ഘട്ടത്തിലും ആ രണ്ടു പാർട്ടികളും ശിവസേനയും BJPയും നേർക്കുനേർ അവിടെ മത്സരിച്ചു. എന്നിട്ട് പോലും അവിടെ ശിവസേന ഒറ്റയ്ക്ക് ജയിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ വലിയ ആധിപത്യം ശിവസേനയ്ക്കുണ്ട്. BJP കഴിഞ്ഞ തവണ 82 സീറ്റുമായി ശിവസേനയ്ക്ക് തൊട്ടു പിന്നാലെ എത്തുകയും ചെയ്തു. പിന്നീട് അവർ ശിവസേനയുടെ തന്നെ അതിൻ്റെ പിന്തുണയ്ക്കൽ നിലപാടിലേക്കൊക്കെ തന്നെ പോവുകയായിരുന്നു. പക്ഷേ ഇത്തവണ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റം മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുണ്ട്. ശിവസേന തന്നെ രണ്ടായി പിളർന്നു. 2022 ഷിൻഡെ വിഭാഗം അത് NDAയ്ക്കൊപ്പം നിൽക്കുകയും ഉദ്ധവ് താക്കറെ ഇപ്പോഴും മഹാസഖ്യത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മഹാസഖ്യം നിലനിൽക്കുന്നില്ല. കോൺഗ്രസ് അതിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നേരത്തെ ശിവസേന പിളർത്തി സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച രാജ് താക്കറയുടെ MNS തൻ്റെ പരിഭവം മറന്നുകൊണ്ട് ഉദ്ധവ് താക്കറെയുമായി കൈകോർക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഈ രണ്ടു പാർട്ടികളും ഒന്നിക്കുന്നു, അതായത് തെരഞ്ഞെടുപ്പിനെ ഒരുമിച്ച് നേരിടുന്ന പ്രഖ്യാപനം നടത്തിയത്. അങ്ങനെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കൂടി ഈ തെരഞ്ഞെടുപ്പ് വേദിയായിട്ടുണ്ട്. ഏതായാലും ശിവസേനയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പഴയ ആധിപത്യം നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ MNSുമായി അവർ കൈകോർക്കുകയും ചെയ്തിട്ടുള്ളത്. BJP ഏതായാലും ഷിൻഡെ സേനയ്ക്കൊപ്പമാണ് മത്സരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. കാരണം 227 സീറ്റുകളാണ് BMCയിലുള്ളത്. അതിൽ തന്നെ ഏക്നാഥ് ഷിൻഡെ വിഭാഗം 90 സീറ്റുകളിലും BJP 137 സീറ്റുകളിലും മത്സരിക്കുന്നു. ഇനി സേനയും MNSനെയും കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഉദ്ധവ് ഠാക്കറെ വിഭാഗം 163 സീറ്റിൽ ജനവിധി തേടുമ്പോൾ 53 സീറ്റുകളിലാണ് MNS മത്സരിക്കുന്നത്. ഏതായാലും
ഒരുപോലെ നിർണായകമാണ് രണ്ട് സേനകൾക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അവിടെ ഉദ്ധവ് ഠാക്കറെ വിഭാഗം മുംബൈ നഗരത്തിൽ വലിയ ആധിപത്യം നേടുന്നതാണ് കണ്ടത്. മഹാരാഷ്ട്രയിലെ മൊത്തം കണക്കുകൾ നോക്കുകയാണെങ്കിൽ വലിയ മുന്നേറ്റം നടത്തിയത് മഹാസഖ്യമായിരുന്നു. 48-ൽ 30 ലോക്സഭാ സീറ്റുകൾ അവർക്ക് വിജയിക്കാൻ സാധിച്ചു. തൊട്ടടുത്ത് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മഹാസഖ്യം ഒന്നടങ്കം പരാജയപ്പെടുന്നതാണ് കണ്ടത്. സംസ്ഥാന ഭരണം വീണ്ടും NDA നിലനിർത്തുന്നത് കണ്ടു. അപ്പോൾ മുംബൈ നഗരത്തിൻ്റെ ആധിപത്യം ആര് നേടും എന്നുള്ളത് ഏറ്റവും നിർണായകമായ ചോദ്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും 7:30 വോട്ടെടുപ്പ് ആരംഭിക്കും. വൈകിട്ട് 5:30 വരെയാണ് പോളിംഗ് നിശ്ചയിച്ചിട്ടുള്ളത്. അനുശ്രീ. ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ. കേരളത്തിലെ SIR നടപടികൾക്കെതിരെ സംസ്ഥാനം നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സർക്കാരിന് പുറമെ CPM, CPI, കോൺഗ്രസ് പാർട്ടികളുമാണ് ഹർജിക്കാർ. SIR നടപടി അന്തിമഘട്ടത്തിലെന്നും ഒരു കാരണവശാലും നീട്ടരുതെന്നുമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. വിജയ് ചിത്രം ജനനായകനെതിരായ സെൻസർ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരായ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ചിത്രത്തിന്റെ നിർമ്മാതാക്കളാണ് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. സിനിമയ്ക്ക് US സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഇതാണ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. ഇതിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. 500 കോടിയോളം രൂപ മുടക്കിയാണ് ചിത്രം നിർമ്മിച്ചത്. റിലീസ് വൈകുന്നതിനാൽ വൻ നഷ്ടം നേരിടുന്നതായാണ് നിർമ്മാതാക്കളുടെ വാദം. സ്റ്റേ നീക്കും മുൻപ് തങ്ങളുടെ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് സെൻസർ ബോർഡും സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഇറാനുമായുള്ള അസ്വാരസ്യങ്ങൾ രൂക്ഷമാകുന്നതിനിടെ ഖത്തറിലെ ബേസുകളിൽ നിന്ന് സൈന്യത്തെ മാറ്റി അമേരിക്ക. US സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ലെന്ന ഇറാന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് അമേരിക്കയുടെ തീരുമാനം. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അനുദിനം രൂക്ഷമാകുമ്പോൾ ഏത് നിമിഷവും അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് സൂചന. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കാസർഗോഡ് കുമ്പള ആരിക്കാടി ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. AKM അഷ്റഫ് MLAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയ യൂത്ത് ലീഗ്, DYFI പ്രവർത്തകർ ടോൾ ബൂത്ത് അടിച്ചു തകർത്തു. പ്രതിഷേധക്കാർ ക്യാമറകളും ടോൾ ഗേറ്റും ക്യാബിൻ ചില്ലുകളും തകർത്തു. ടോൾ പിരിവിനെതിരെ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ചർച്ചയിൽ അവർ ഒറ്റ കാര്യം ഏറ്റവും നമ്മൾ അരിയാരം കളിക്കുന്ന ആളുകൾക്കറിയാം. കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുമ്പോൾ കോടതി അവസാനമായി ജഡ്ജ് ചോദിച്ചത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് പിരിക്കാനുള്ള പെർമിഷൻ ഉണ്ടോ. ഇന്ന് അവർ പറഞ്ഞത് ഞങ്ങൾ 12-ാം തീയതി ടോള് പിരിക്കുന്ന ദിവസം ഞങ്ങൾക്കും ഹൈക്കോടതിയിൽ അറിയാൻ കഴിഞ്ഞു, ഞങ്ങൾ ആ പെർമിഷൻ കൊടുത്തു എന്നാണ്. ജഡ്ജൊരു വിധി പറയാതെ പിരിക്കുന്നെന്ന് പറയുന്നത് അന്യായമല്ലേ? അപ്പോൾ ഒരു കാരണവശാലും അവരെന്ത് പറഞ്ഞാലും ഒരു ഇളവിന് റെഡിയല്ല. കാസർഗോഡ് ജില്ല ഒഴിവാക്കാൻ റെഡിയല്ല. അവരൊറ്റ വാശിയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് സമരങ്ങൾ ജനകീയ പോരാട്ടത്തിൽ തോറ്റു തുന്നം പാടിയിട്ടുണ്ട്. ആരിക്കാടിയിലെ ടോൾ ബൂത്ത് കാസർഗോഡൻ ജനതയുടെ പ്രതിഷേധത്തിന് മുമ്പിൽ 100% തോൽക്കും. വരും നാളുകളിൽ നിങ്ങളത് കാണും. KV ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണല്ലേ? കഴിഞ്ഞ ദിവസം പ്രതിഷേധ സമരമൊക്കെ ആരംഭിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ കൂടുതൽ ആളുകൾ അവർക്കൊപ്പം ചേരുന്നു. നാട്ടുകാർ ഒന്നടങ്കം രംഗത്തിറങ്ങിയിരിക്കുകയാണല്ലേ ടോൾ ബൂത്തിലെ പിരിവിനെതിരെ? അതെ അനുസരി, അങ്ങനെ തന്നെയാണ്. അതായത് സത്യാഗ്രഹ സമരത്തിൽ നിന്ന് ആരംഭിച്ച് അത് വലിയൊരു അക്രമാസക്തമായ സമരത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ രാത്രി കണ്ടത്. ആ ടോൾ ബൂത്തിൽ ഉണ്ടായിരുന്ന 6 CCTV ക്യാമറകൾ അടിച്ചു തകർത്തു. ടോൾ ഗേറ്റിനെ വാഹനങ്ങൾ തടയുന്ന ഗേറ്റ് അടിച്ചു തകർത്തു. അതോടൊപ്പം ഈ ക്യാബിനിലെ ചില്ലുകളും മറ്റും തകർത്തു. നിരവധി ഉപകരണങ്ങളും തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഇന്നലെ AKM അഷ്റഫ് MLA നടത്തുന്ന സത്യാഗ്രഹത്തിന് പിന്തുണയുമായാണ് യൂത്ത് ലീഗും അതുപോലെ തന്നെ DYFI പ്രവർത്തകരും അവിടെ എത്തിയത്. അത് ഒരുപാട് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വലിയ തോതിൽ പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ പ്രതിഷേധ പ്രകടനം എത്തിയതോടു കൂടിയാണ് പിന്നീട് അത് അക്രമാസക്തമാവുകയും ഇങ്ങനെ അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഈ ടോൾ ഗേറ്റിനെതിരെ വരുന്നത്. പ്രധാനമായും ഇവർ പറയുന്നത് ഈ ടോൾ ഗേറ്റ് കഴിഞ്ഞാൽ 20 കിലോമീറ്ററിന് തൊട്ട് അടുത്ത് തന്നെ മംഗളൂരുവിലെ തലപ്പാടിയിലെ ഒരു ടോൾ ഗേറ്റ് വരെ കൂടിയുണ്ട്. അതായത് മാനദണ്ഡ പ്രകാരം 60 കിലോമീറ്ററിനകത്ത് മറ്റൊരു ടോൾ ബൂത്ത് സ്ഥാപിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കെ ഇവിടെ ടോൾ ബൂത്ത് സ്ഥാപിച്ചത് ഇതൊരു താൽക്കാലിക ടോൾ ബൂത്താണ്. ഈ ദേശീയപാതയിലെ ടോൾ ബൂത്ത് ചാലിങ്കാല എന്ന് പറയുന്നത് കാഞ്ഞങ്ങാട്ടിന് സമീപമാണ് വരേണ്ടത്. പക്ഷെ അവിടെ ആ റീച്ചിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകാത്തത് കൊണ്ടാണ് ഈ താൽക്കാലികമായ ഒരു ടോൾ
ഇവിടെ സ്ഥാപിച്ചതും ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇന്നും ആ പ്രതിഷേധം തുടരും. ഈ സത്യാഗ്രഹം AKM അഷ്റഫ് MLA സത്യാഗ്രഹം തുടരും. വലിയ സംഘർഷ സാധ്യത തന്നെയാണ് ഇന്നും ഉള്ളത്. ഈ സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് ആരോപണ കേസ് കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെയും ഇന്നലെ നടന്ന ഈ അക്രമവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. പോലീസ് അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നലെ 3 മണിയോടുകൂടി ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. പക്ഷെ ആ ചർച്ച വിജയിച്ചില്ല. അതിനുശേഷമാണ് സമരം കൂടുതൽ ശക്തമാക്കിയതും ഇത്തരത്തിൽ അക്രമാസക്തമായ ഒരു സമരമായി മാറുന്ന സാഹചര്യം ഉണ്ടായത്. വളരെ സമാധാനപരമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമരം ഉണ്ടായതെങ്കിൽ ഇന്നലെ രാത്രിയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് ഈ പ്രതിഷേധം മാറിയത്. ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. അത് ഡിവൈഎഫ്ഐയുടെ കൊടികൾ കാണാം, മുസ്ലിം യൂത്ത് ലീഗിന്റെ കൊടികൾ കാണാം. അത്തരത്തിൽ പാർട്ടി പ്രവർത്തകർ BJP ഒഴികെ എല്ലാ പാർട്ടിക്കാരും രാഷ്ട്രീയ പാർട്ടിക്കാരും ജനകീയ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും കാസർഗോഡ്, മഞ്ചേശ്വരം 2 നിയമസഭാ മണ്ഡലങ്ങളിലെ ജനങ്ങളെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ എത്തുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും താൽക്കാലികമായി ഇപ്പോൾ ടോൾ പിരിവ് നിർത്തിവെച്ചിട്ടുണ്ട്. കാരണം ഈ ഉപകരണങ്ങൾ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും ഈ ടോൾ പുനരാരംഭിക്കും എന്ന് തന്നെയാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്നും ഒരു സംഘർഷ സാധ്യത തന്നെയാണ് ഈ പ്രദേശത്തുള്ളത്. കൂടുതൽ ആളുകൾ ഐക്യദാർഢ്യവുമായി എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. AKM അഷ്റഫ് MLA ഇന്നും സത്യാഗ്രഹം തുടരുന്നുണ്ട്. അത് അനിശ്ചിതകാല സത്യാഗ്രഹമാണ്. ഇന്നൊരു യോഗം 10 മണിയോടുകൂടി ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ചേരുന്നുണ്ട്. ഈ സമരം ഏത് രീതിയിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ. കാരണം ഇതിപ്പോൾ അടിച്ചു തകർക്കുന്നു അല്ലെങ്കിൽ അക്രമാസക്തമായ ഒരു സമരം ഇവർ പ്രതീക്ഷിച്ചിരുന്നില്ല. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് സ്വഭാവത്തിലേക്ക് ഈ സമരം മാറുന്ന സാഹചര്യം ഉണ്ടായത്. ഇനി കൂടിയാലോചന നടത്തി ഏത് രീതിയിൽ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ ഒരു കൂടിയാലോചന ഇന്നുണ്ടാകും. അതോടൊപ്പം ദേശീയപാത അതോറിറ്റിയുമായി ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി വീണ്ടും ചർച്ചയുണ്ടാകാം. ഏതായാലും ടോൾ പിരിവ് അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റി ഉള്ളത്. അതോടൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടി BJP ഒഴികെ ഉള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിയും ഉള്ളത്. അത്തരം പ്രതിഷേധ പരിപാടി ടോൾ പിരിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അനുസരി ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് നിരവധി ആളുകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിഷേധം കൂടുതൽ രൂക്ഷമാകാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് നടക്കുന്ന യോഗത്തിലൊക്കെ എന്തെങ്കിലും തീരുമാനമാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് നമുക്ക് കരുതാനാകുമോ? അനുസരി അത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം ഇന്നലെ തന്നെ വലിയ തോതിലുള്ള ചർച്ച നടത്തിയിരുന്നു. പക്ഷെ ആ ചർച്ചയിൽ ഒന്നും തന്നെ ഇത് സംബന്ധിച്ച ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ടോൾ പിരിവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനം. ഇതിൽ പ്രധാനമായും ഹൈക്കോടതിയിൽ ഈ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസ് നിലനിൽക്കുന്നതിനിടെയാണ് അത് ഒരു വിധി വരുന്നതിന് മുമ്പെയാണ് ഈ ഒരു ടോൾ പിരിവ് നടത്തുന്നതിന് ആണ് ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ കാരണം. അനുസരി സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് മഞ്ചേശ്വരം. ആ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അത് BJPയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് മുസ്ലിം ലീഗാണ് ഇപ്പോൾ അത് പ്രത്യേകിച്ച് AKM അഷ്റഫിന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാകാൻ ഉള്ള ഒരു സാധ്യതയുള്ള AKM അഷ്റഫ് MLAയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നതെന്നാണ് അതിൽ ഏറ്റവും പ്രധാനം. ഇതിൽ വലിയ പിന്തുണ, ജനകീയ പിന്തുണ തന്നെ AKM അഷ്റഫിന് ലഭിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. നിരവധി ആളുകൾ അത്തരത്തിൽ ഈ ഐക്യദാർഢ്യവുമായി എത്തുന്ന സാഹചര്യമാണ്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെന്ന ഒരു തർക്കവുമില്ല. BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPM പോലും ആ വേദിയിൽ പങ്കിടുന്ന ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാഴ്ചയാണ് നമ്മൾ ഇന്നലെയും കണ്ടത്. ഇന്നലെ രാത്രിയോടുകൂടി ഈ പ്രതിഷേധ പ്രകടനത്തിലും DYFIയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ആളുകൾ എത്തുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും അത് കൃത്യമായി ഈ UDF പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉപയോഗിക്കുന്നുണ്ടെന്ന് വേണം പറയാൻ. കാസർഗോഡ് നിന്നുള്ള നെല്ലിക്കുന്ന് MLA ആണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. AKM അഷ്റഫാണ് അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തുന്നത്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ എന്ന് പറയാം, അതല്ലെങ്കിൽ MLAമാരുടെ നേതൃത്വത്തിൽ കാസർഗോഡ്, മഞ്ചേശ്വരം ഈ 2 മണ്ഡലങ്ങളിലും BJP 2ാം സ്ഥാനത്തുള്ള മണ്ഡലമാണെന്ന് ഓർക്കണം. ഈ ഒരു സാഹചര്യം കൃത്യമായി ഈ 2 മണ്ഡലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. അത് UDF കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് വേണം പറയാൻ. അത് തന്നെയാണ് നമ്മൾ കാണുന്ന കാഴ്ചയും. കഴിഞ്ഞ ദിവസം അത്തരം ഒരു പ്രതികരണവും AKM അഷ്റഫിന്റെ
ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന് ഇതിന് തിരിച്ചടിയാകുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം AKM ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. BJP ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ടോൾ പിരിവിനെതിരെ ഇതുവരെ ഒരു പ്രതികരണവും BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഏതായാലും ഇന്ന് BJP ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കൂ എന്നാണ് കണ്ടറിയേണ്ടത്. അതോടൊപ്പം ഈ ടോൾ പിരിവ് കോടതി വിധി വരുന്നവരെ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടാകുമോ എന്നതും വളരെ പ്രധാനമാണ്. അതല്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. ടോൾ പിരിവ് യാതൊരു വിധിയും അനുവദിക്കില്ല എന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി പറഞ്ഞത്. അത് ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെയുള്ള ഉപകരണങ്ങളെല്ലാം ടോൾ പിരിവ് താൽക്കാലികമായി സ്ഥാപിച്ചതാണെങ്കിലും അവിടെയുള്ള ഉപകരണങ്ങളെല്ലാം ഇന്നലെ രാത്രി ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അടിച്ച് തകർക്കുന്ന സാഹചര്യമാണ്. അതായത് പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറം ആളുകൾ എത്തുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ആ ഉപകരണങ്ങളെല്ലാം തകർത്തു. സ്കാനർ തകർത്തു, ടോൾ ഗേറ്റിലെ വാഹനങ്ങൾ തടയുന്ന ഗേറ്റ് തകർത്തു, ഒപ്പം 6 CCTV ക്യാമറകൾ തകർത്തു, ക്യാബിന്റെ ചില്ലുകൾ തകർത്തു, കമ്പ്യൂട്ടറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് മാത്രമേ അറിയൂ. അത് AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവരുടെ പേരിലാണ് കേസെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നലെ രാത്രി സംഘർഷം വലിയ തോതിൽ ഉണ്ടായതിനെ തുടർന്ന് AKM അഷ്റഫ് ഇന്നലെ രാത്രി തന്നെ അവിടുന്ന് പിരിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതൊരു അനിശ്ചിതകാല സത്യാഗ്രഹ സമരമായിരുന്നു. അങ്ങനെ സമാധാനപരമായി നടക്കുന്ന ഒരു സമരം വലിയ അക്രമാസക്തമാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ രാത്രി കണ്ടത്. ഏറെ വൈകുവോളം ഒരു സംഘർഷാവസ്ഥ തന്നെയാണ്. കൂടുതൽ പോലീസ് കാസർഗോഡ് നിന്നും ഉൾപ്പെടെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കൂടുതൽ പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. ഇന്ന് ഏതായാലും കൂടുതൽ പോലീസിനെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ടോൾ പിരിവ് ഇന്ന് മറ്റ് ഈ ഉപകരണങ്ങളിലൊക്കെ നന്നാക്കിയതിനു ശേഷം വീണ്ടും തുടങ്ങും അല്ലെങ്കിൽ പുനരാരംഭിക്കും എന്ന് തന്നെയാണ് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത്. അനുശ്രീ, ശരി. KV ബൈജു ആണ് കൂടുതൽ വിവരങ്ങൾ. ആശങ്ക പടർത്തി തവന്നൂർ സെൻട്രൽ ജയിലിൽ 25 തടവുകാരിൽ ക്ഷയരോഗാണുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി. ഇവരുടെ സാമ്പിളുകൾ ശേഖരിച്ച് വിശദ പരിശോധനയ്ക്കായി അയച്ചു. തവനൂർ സെൻട്രൽ ജയിലിലെ തടവുകാരിൽ TB മുക്ത ഭാരതം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ക്ഷയരോഗ സാന്നിധ്യം കണ്ടെത്തിയത്. ജയിലിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ 25 തടവുകാരുടെ ശരീരത്തിൽ ക്ഷയരോഗം പടർത്തുന്ന അണുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി. രോഗാണുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയവരുടെ സാമ്പിളുകൾ ശേഖരിച്ച് വിശദമായ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കഫം ഉൾപ്പെടെയുള്ളവയുടെ വിശദമായ പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് മാത്രമേ ഇവരിൽ രോഗമുണ്ടോ എന്നത് സ്ഥിരീകരിക്കാനാകൂ. TB മുക്ത ഭാരതം പദ്ധതിയുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ വ്യാപകമായി പരിശോധന നടന്നുവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് തവനൂരിലും പരിശോധന നടത്തിയത്. സംസ്ഥാനത്തെ ജയിലുകൾ, ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലുകൾ, ഓർഫനേജുകൾ തുടങ്ങിയ ഭാഗങ്ങളിലാണ് ജില്ലാ TB സെന്ററിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ പരിശോധന തുടരുന്നത്. ന്യൂസ് 18 തിരൂർ. തൃശൂരിൽ കലാപൂരം. അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഒന്നാം ദിന മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ 250 പോയിന്റുമായി കണ്ണൂരാണ് മുന്നിൽ നിൽക്കുന്നത്. 248 പോയിന്റ് നേടി കോഴിക്കോടാണ് രണ്ടാമത്. നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂർ 246 പോയിന്റുമായി തൊട്ട് പിന്നാലെയുണ്ട്. രണ്ടാം ദിവസമായി ഇന്ന് തിരുവാതിര, നാടോടി നൃത്തം, മംഗലം കളി, നാടകം എന്നീ മത്സരങ്ങൾ വിവിധ വേദികളിലായി നടക്കും. സമയബന്ധിതമായി മത്സരങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. നവമി ദിനേശ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. നവമി, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രധാന മത്സര ഇനങ്ങൾ ഏതൊക്കെയാണ്? എങ്ങനെ പുരോഗമിക്കുന്നു അവിടുത്തെ മത്സരങ്ങളൊക്കെ? അശ്വതി, എന്തായാലും അനുശ്രീ, എന്തായാലും രണ്ടാമത്തെ ദിവസവും കലക്കൻ പോരാട്ടം തന്നെയായിരിക്കും. ഇന്നത്തെ ദിവസം പ്രധാനമായിട്ടുള്ള മോഹിനിയാട്ടം, സംഘനൃത്തം, ഭരതനാട്യം, ഒപ്പന, ഒപ്പം തന്നെ മിമിക്രി, വട്ടപ്പാട്ട് ഉൾപ്പെടെയുള്ള അടിപൊളി കലാപരിപാടികളൊക്കെ ഉണ്ട്. ആദ്യ ദിവസം തന്നെ മത്സരങ്ങൾ അവസാനിക്കുക പുലർച്ചയോടുകൂടിയാണ് മത്സരങ്ങൾ പലതും അവസാനിച്ചത്. 3-4 മണിയൊക്കെയായി. ആ സമയത്ത് പോലും കുട്ടികൾ തളരാതെ, അവരുടെ ആവേശം ഒട്ടും ചോർന്നു പോകാതെ സജീവമായിരുന്നു. മികച്ച പ്രകടനം തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്നൊക്കെ കാഴ്ചവെച്ചത്. അതുതന്നെ നമുക്ക് കൂടുതൽ ഇന്നത്തെ പരിപാടികളുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് നടനും കലാകാരനും ഒക്കെ ആയിട്ടുള്ള നന്ദകിഷോർ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. സാർ, ഇന്നലത്തെ പരിപാടികളൊക്കെ കാണാൻ കഴിഞ്ഞോ? ചിലതൊക്കെ കണ്ടു. ഇന്നലെ എനിക്ക് ഇത്തിരി തിരക്കുണ്ടായതുകൊണ്ട് ഇന്നലെ മുഴുവൻ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ കണ്ടിടത്തോളൊക്കെ നല്ല പരിപാടികളാണ്. ഇതിപ്പോ 64ാമത് കലോത്സവമാണല്ലോ. കലകൾ ശരിക്കും 64 കലകളാണെന്നാണ് പ്രാചീന അഭിപ്രായം.
അതായത് ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയി എന്ന് ദേവിയുടെ നാമുണ്ട്. അതിൽ ചതുഷ്ഷഷ്ടി 64 കലകളും ദേവിച്ച ശക്തി പ്രപഞ്ച ശക്തിയാണ്. അപ്പൊ സർഗവൈഭവം ഉണ്ടാകുന്നത് സാക്ഷാൽ ഈശ്വരനിൽ നിന്നാണ്, പ്രകൃതിയിൽ നിന്നാണ്. അപ്പൊ പ്രകൃതിയുടെ തന്നെ ഒരു ആവിഷ്കാരമാണ്. ഇതിപ്പോ കൗമാരക്കാരും അവരുടെ കഴിവുകൾ മാറ്റുരയ്ക്കുന്നു എന്നതിന് അതുണ്ട്, അതാണ് പ്രധാനം. അതിനുപരിയായിട്ട് മുതിർന്നവർക്ക് അവസരമുണ്ട്. ഇപ്പൊ ദഹനം നല്ല കലയാണ്, പാചകം കഴിക്കേണ്ട ആൾക്കാർക്ക് ഭക്ഷണം കഴിവണ്ടേ. അപ്പൊ അത് മാത്രമല്ല, ഇത്ര വലിയൊരു കലോത്സവം സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയൊരു കലയാണ്. സ്വർണ്ണക്കപ്പ് നല്ലൊരു കലാസൃഷ്ടിയാണ്. അങ്ങനെ മുതിർന്നവർക്ക് അവരുടെ കലാവൈഭവവും കുട്ടികൾക്ക് അവരുടെ കലാവാശിയോടെ പ്രകടിപ്പിക്കുക. വാശിയെ ആവാവൂ, ശത്രുതയാവരുത്. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. തൃശ്ശൂർ പറ്റിയ സ്ഥലമാണ്. ഇവിടെ പൂരം, പുലിക്കളി ഭയങ്കര മത്സരമുള്ളതാണ്. പക്ഷെ അതിൽ ശത്രുതയില്ല. അങ്ങനെ ഒരു എന്താ പറയുക, ശത്രുതയിലേക്ക് വളരാത്തൊരു മത്സരം ഉണ്ടാകുന്ന ഏറ്റവും പ്രതീക്ഷ ഇതിലാണ്. ഏക പ്രതീക്ഷ കലയിലാണ്, കലോത്സവങ്ങളിലാണ് മനുഷ്യനിപ്പോൾ. കാരണം മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഒരുപാട് ടെൻഡൻസികൾ വരികയാണ്. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണല്ലോ സൃഷ്ടി. ഇത് പരസ്പരം ചേരാത്തതാണ്. അപ്പൊ അതിനെ ചേർക്കുന്നതാണ് കല. ആ ചേർക്കുന്ന കലയിലാണ് നമുക്ക് ഇനിയുള്ള ഭാവിയുടെ ഏക പ്രതീക്ഷ. ഈ കലോത്സവത്തിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾ വലിയ വലിയ കലാകാരന്മാരായി മാറി അവർ സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ട സംഭാവന ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം കഴിഞ്ഞ തവണ മുതലാണ് സംസ്ഥാന സർക്കാർ കുറച്ച് കലകൾ കൂടി ഇതിലേക്ക് കൊണ്ടുവന്നത് മത്സര ഇനമായി. അതും നമ്മൾ മൺമറഞ്ഞു പോയ പ്രാചീന കലാരൂപങ്ങൾ വയനാട്ടിലെയും കാസർഗോഡിലെയും ഒക്കെ അതൊക്കെ കൊണ്ടുവരുന്നതും ഒരു നല്ല സൂചനയല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അറിയപ്പെടാതെ പോകുന്ന പല കലാരൂപങ്ങളും ഈ ഒരു മത്സര ഇനമായി എത്തിക്കുന്നതും ഒരു സന്തോഷത്തിന്റെ കാര്യം തന്നെ. അതാണ് ഇതിൽ ചെയ്യേണ്ട കാര്യം. അതായത് ആദിവാസികളുടെ കലാരൂപങ്ങൾ, വയനാട്ടിലെ കലാരൂപങ്ങൾ, എന്തൊക്കെ കലാരൂപങ്ങളും മൺമറഞ്ഞത് പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മൺമറയാതെ നോക്കണമെങ്കിൽ ഈ വേദികളിൽ നിന്ന് അവസരം കൊടുക്കണം, അതിൽ നിന്ന് മത്സരിക്കണം, അതിൽ നിന്ന് കലാകാരന്മാരുണ്ടായി അവരവരുടെ തനിമയെ. ഈ ഹബീബ് തൻവീറിൻ്റെ ഒരു വാചകമുണ്ട്, വൺ മസ്റ്റ് ഗോ ടു വൺസ് കൾച്ചറൽ റൂട്ട്സ്. ഒരാൾ അവരുടെ സാംസ്കാരിക വേരുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ സാംസ്കാരിക സമ്പത്ത് സ്വന്തമാക്കി സമകാലിക പ്രശ്നങ്ങളെ ആവിഷ്കരിക്കുന്നതാണ് യഥാർത്ഥ കലയുടെ വികാസം. അപ്പം അതിന് ഈ പ്രാചീന കലാരൂപങ്ങളെ മുഴുവൻ സംരക്ഷിക്കേണ്ടതായി. അത് നമ്മുടെ കേരളത്തിലെ തന്നെ വൈവിധ്യം നോക്കുമ്പോൾ ജൈവ വൈവിധ്യം പോലെ നമുക്കൊരു കലാവൈവിധ്യം ഉണ്ട്. ഈ കലാവൈവിധ്യത്തെ സംരക്ഷിക്കാൻ എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ ചെയ്യണം. അതുകൊണ്ട് വളരെ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. ഇന്നും എന്തായാലും മത്സരങ്ങളൊക്കെ കാണാൻ ഇന്ന് ഞാൻ ഏതാണ്ട് ഇവിടെ കഴിച്ചുകൂടാൻ നിശ്ചയിക്കുന്നു. എല്ലാ കാണുക, കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോത്സാഹനവും നൽകുക. താങ്ക് യു ചെയ്യാം. താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രാചീന കലാരൂപങ്ങൾ മൺമറഞ്ഞു പോയവ, അത് ഇപ്പോൾ പറഞ്ഞതുപോലെ നന്ദകിഷോർ പറഞ്ഞതുപോലെ തന്നെ അത് മൺമറഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി സർക്കാർ എടുക്കുന്ന ഒരു ഉദ്യമം അത് ഒട്ടും ചെറുതല്ല. അതിൽ അനുശ്രീ ഏറ്റവും പറയേണ്ടത് ഇന്ന് മംഗലം കളിയുണ്ട്. അത് ഈ കാസർഗോഡ് ഭാഗത്തുള്ളവരുടെ ഈ മാവിലൻ മലവേട്ടുകാരൻ സമുദായത്തിലെ അവരുടെ ഒരു കലാരൂപമാണ്. അത് ഈ ഒരു ഗോത്ര സമുദായത്തിനാണ്. അവർ ഈ കല്യാണത്തിനൊക്കെ കല്യാണ ദിവസങ്ങളിലൊക്കെ ആഘോഷിക്കുന്ന ഒരു കലാരൂപമാണ്. അത് ഒരു മത്സര ഇനമായി ഇത്തവണയുണ്ട്. ഇന്നലെ പണിയ നൃത്തം ഉണ്ടായിരുന്നു. എന്ത് ഭംഗിയാണ്! എനിക്ക് തോന്നുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നതെന്ന് തോന്നുന്നു. എന്ത് ഭംഗിയാണെന്നറിയാം അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ. ആ പാട്ടായിക്കോട്ടെ, ആ കുട്ടികൾ വെക്കുന്ന ഓരോ ചുവടുകളായിക്കോട്ടെ, നമ്മുടെ മനസ്സ് തന്നെ നിറയ്ക്കുന്ന ഒരു കലാരൂപമായിട്ട് എനിക്കതിനെ തോന്നി. വയനാട്ടിലെ ഒരു സമുദായത്തിലെ പണിയ സമുദായക്കാരുടെ ഒരു നൃത്തരൂപമാണ്, അവരുടെ ഒരു ആചാരമാണ്. ഈ ഞാറ് നടുന്ന സമയത്തും ഈ മരണാനന്തര ചടങ്ങുകളിലൊക്കെ ഇവരെ അവതരിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. പക്ഷെ ആ ഒരു നൃത്തരൂപമാണ്. പക്ഷെ അത് വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ കുട്ടികൾ ഇവിടെ അവതരിപ്പിച്ചത്. അതും വയനാട് നിന്ന് അധ്യാപകൻ പാലക്കാട്ടും തൃശ്ശൂരും അല്ലെങ്കിൽ മലപ്പുറത്തും ഒക്കെ ചെന്നാണ് അവരെ ഇത് പഠിപ്പിക്കുക. കാരണം അവർക്ക് വയനാടുകാർക്ക് മാത്രം അറിയാവുന്ന, ആ ഗോത്ര സമുദായത്തിന് മാത്രം അറിയാവുന്ന ഒരു കലാരൂപം കൂടിയാണ്. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മത്സര ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റ് പരിപാടികൾ കൂടി നോക്കിയാൽ സ്കിറ്റ് ഉണ്ട്. അത് വേദി 5 ശംഖുപുഷ്പത്തിലാണ്. പിന്നീട് ചെമ്പകത്തിൽ ലളിതഗാനമുണ്ട്, ദഫ്മുട്ടുണ്ട്, കേരള നടനം, തുള്ളൽ, കൂടിയാട്ടം, കഥാപ്രസംഗം, കുച്ചിപ്പുടി, നാടകം സിംഗിൾ ഉണ്ട്, നാടകം ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ വളരെ രസകരമായിട്ട് തന്നെ കുട്ടികളൊക്കെ അവരുടെ മത്സരങ്ങൾ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു മത്സരം എന്നതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന വലിയൊരു വേദിയായി തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ഇവിടെ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് കുട്ടികളാണ് ഇവിടെ മത്സരിക്കുന്നത്,
അധ്യാപകരോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ അല്ല, അത് ശ്രദ്ധിച്ചു വേണം കുട്ടികളെ ഓരോ വേദിയിലേക്കും അല്ലെങ്കിൽ അവരുടെ മത്സര ഇനങ്ങളിലേക്ക് കടത്തിവിടാൻ എന്നുള്ളത്. ഒപ്പനയും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പുതിയ തരത്തിലുള്ള കോസ്റ്റ്യൂം അല്ലെങ്കിൽ പുതിയ ആഭരണങ്ങളൊക്കെ ഇട്ട് കുട്ടികൾ വരുന്നതൊക്കെ നല്ല രസകരമായിട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ പുലർച്ചെ വരെ പരിപാടി നീണ്ടു നിന്നു. 3-4 മണിവരെയാണ് ഈ പല പരിപാടികളും പല മത്സരങ്ങളും നീണ്ടു നിന്നത്. അതിൽ ഓട്ടംതുള്ളൽ 4 മണിവരെ ഉണ്ടായിരുന്നു. ഭരതനാട്യവും ചാക്യാർകൂത്തുമൊക്കെ അവസാനിക്കുമ്പോൾ 3 മണിയായിരുന്നു. അത് ഇന്നലെ ഉദ്ഘാടന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരോ മത്സരങ്ങൾ തുടങ്ങിയത്. 10 മണിക്ക് ഉദ്ഘാടനം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിൽ പോലും 11 മണിയായി ഉദ്ഘാടനം തുടങ്ങിയപ്പോൾ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരോ വേദികളിലും മത്സരം തുടങ്ങിയത്. 25 വേദികളിലും സദസ്സുകളായിരുന്നു. തൃശ്ശൂർക്കാർ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ രാത്രിയോളം ഇരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ ഒപ്പനയുടെ വേദിയിലൊക്കെ നിറഞ്ഞ സദസ്സ് തന്നെയായിരുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ VS സാർ, നമസ്കാരം. എങ്ങനെയുണ്ട്? കുറെ ദിവസമായി തൃശ്ശൂരിൽ തന്നെ കാണുന്നുണ്ട്. ഇന്നലത്തെ മത്സരങ്ങളൊക്കെ കാണാൻ പറ്റുമോ? തൃശ്ശൂർ ഇന്നലെ കുറച്ച് കണ്ടു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെല്ലാവരും പറഞ്ഞു, നേരത്തെ നന്ദകിഷോറും പറഞ്ഞില്ലേ, ഇത് ഈ ജൻസിയുടെ ഒരു ഉത്സവം കൂടിയാണ്. പിന്നെ ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ, ഈ കലോത്സവത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, തുടക്കത്തിൽ വളരെ ചെറിയ ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് ആൾക്കാർ. ഇപ്പോൾ അത് ഈ 250-250 ഇനങ്ങളിൽ 10,000-കണക്കിന് കലാകാരന്മാർ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ കാണേണ്ട ഒരു കാര്യം, കുറ്റിയേറ്റ് പോയിട്ടുള്ള പല കലാരൂപങ്ങളും ഇവിടെ അത് സംരക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ജൈവ വൈവിധ്യത്തെ പറ്റി പറഞ്ഞ പോലെ നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ ജെംപ്ലാസം ബാങ്കുകളുണ്ട്. അതായത് നമ്മുടെ എല്ലാ തരത്തിലുള്ള നമ്മുടെ മൺമറഞ്ഞു പോയ വിത്തുകളും സംരക്ഷിക്കുന്ന ജെംപ്ലാസം കളക്ഷൻസ് ഉണ്ട്. അതിന് പ്രിസർവ് ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കലോത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കലാരൂപങ്ങളെയും സംരക്ഷിച്ച് വളർത്തിയെടുക്കുന്ന ഒരു എന്താണ് പറയുക, ഒരു കൃഷിസ്ഥലം കൂടിയാണത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ പിന്നെ ആദിവാസികളുടെ നൃത്തം, അവർ പണിയ നൃത്തം ഇപ്പോൾ ചെയ്യുന്നവരാണ്. നല്ല കുട്ടികളെ പണ്ടത്തെ പോലെ പിന്നെ നമ്മുടെ ഗോത്രവർഗ സമൂഹങ്ങളൊക്കെ അവരുടേതായ കലയിൽ അവർ വളരെ ഉയർന്നു നിൽക്കുന്ന ആൾക്കാർ. നമ്മൾ വിചാരിക്കും അവർ നമ്മുടെ എല്ലാ കലകളുടെ അടിസ്ഥാനം അവരാണ്. പക്ഷെ നമ്മളവരെ മറന്നു പോയിരിക്കുകയാണ്. അവരൊക്കെ ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. അവർ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ താളവും ഒക്കെ നമുക്ക് എന്തൊരു പ്രാക്തനകാല ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരും. അങ്ങനെ ഓരോ കലകൾ, ഇപ്പം ഇന്നലെ അതുപോലെ തന്നെ ഇവിടെ അവതരിപ്പിച്ച പരിപാടികളിൽ ചാക്യാർകൂത്തും അതിലൊക്കെ ഇപ്പോൾ ശബരിമല സ്വർണ്ണപ്പാളി പോലും പിള്ളേർ ക്രിട്ടിക്കലായിട്ട് അവതരിപ്പിക്കുകയാണ്. ശരിക്കും ഭരണാധികാരികളോടും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ജൻസിക്ക് പറയാനുള്ള കാര്യങ്ങൾ, അതിനിശ്ചിതമായ വിമർശനങ്ങൾ അവരിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഗംഭീരമായ രീതിയിൽ നമ്മുടെ ജനറേഷൻ ഇവിടെ നടത്തുന്ന പെർഫോമൻസ് നമുക്ക് ആവേശം ഉണ്ടാക്കുന്നതാണ്. നമ്മളിപ്പോൾ അവരുടെ വേവ് ലെങ്തിനനുസരിച്ച് പോവാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഔട്ടാവും. ഓക്കെ, ന്യൂസ് 18 ഗംഭീരമായി കവർ ചെയ്യട്ടെ. നന്നായി കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ സുഹൃത്താണ് ക്യാമറാമാൻ. അപ്പൊ പേര് അപ്പൊ ഞങ്ങൾ തൃശ്ശൂർക്കാർ കുറെ ആൾക്കാരുണ്ട് ഇവിടെ, മീഡിയ പ്രവർത്തകരും എല്ലാവരും. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി കലോത്സവം ഗംഭീരമാക്കും. നിങ്ങളുടെ ഐക്യവും നമുക്ക് ഇവിടെ വരുമ്പോ കാണാൻ പറ്റും. അത് ഞങ്ങള് തൃശ്ശൂർ പൂരത്തിന്റെ മേളം കൊട്ടിക്കലാശിക്കും. ഇപ്പൊ ഇന്നലെ കണ്ടില്ല, ഞങ്ങളിവിടെ തിരുവമ്പാടി പാറമക്കാവ് ദേവസ്വത്തിന്റെ 2 മേളപ്രമാണിമാർ ഒന്നിച്ച് കുട്ടികൾക്ക് വേണ്ടി ഇവിടെ അണിനിരുന്നു. അത് തന്നെ ഞങ്ങളുടെ തൃശ്ശൂരിന്റെ ഒരു എന്താ പറയാ, ഞങ്ങളെല്ലാത്തിനും സാമ്പിൾ വെടിക്കെട്ടുണ്ടാവും. എല്ലാത്തിനും ഞങ്ങളൊരു സാമ്പിൾ കാണിക്കുക ആദ്യം, പിന്നെയാണ് ഞങ്ങൾ ഒറിജിനൽ കാണിക്കുക. പിന്നെ 1-2 ദിവസമായിട്ട് സാമ്പിൾ ആയിട്ടുള്ളൂ. അടുത്ത ദിവസം വരാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ? ഏതായാലും VS സുനിൽകുമാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഇന്നലെ ചെമ്പുപാളിയൊക്കെ ഇന്നലെ കുട്ടികൾ പെർഫോം ചെയ്യുന്നതിനിടയിൽ ഉണ്ടായിരുന്നു. ചാക്യാർകൂത്തിലും അതോടൊപ്പം വിവിക്രിയിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഒരു പെർഫോമൻസ് ഉണ്ടായി. വളരെ രസകരമായിരുന്നു. എന്തായാലും എല്ലാം കാണുന്നതിനും ആസ്വദിക്കുന്നതിനും. ഇന്നിപ്പോൾ 9 മണിയോടുകൂടി തന്നെ ഈ പരിപാടികൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ വളരെ ഉദ്ഘാടനമൊക്കെ വൈകിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്തായാലും ഇന്ന് 9 മണിയോടുകൂടി തന്നെ ഇത് പരിപാടികൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളോടൊപ്പം കുറച്ച് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ്, ഇതെന്താ രാവിലെ തന്നെ അടികൂടാണ്? അമ്മ മോനാണോ? അല്ല, പറയൂ, എന്തുണ്ട്? മത്സരങ്ങളൊക്കെ കാണാൻ പറ്റുമോ? ഇല്ല, ഞങ്ങള് ലേറ്റ് ആയിട്ടാ വന്നത്. രാത്രിയായി വന്നപ്പോ.
ഇന്നിപ്പോ നിങ്ങൾ എവിടെന്നാ വരുന്നത്? ഞങ്ങള് പടനില നൂറിനാടെന്ന് പറയും, ആലപ്പുഴ ജില്ലയിൽ. ഇന്ന് നിങ്ങൾ എന്താ പെർഫോം ചെയ്യുന്നത്? നാടകമാണ്. ഓ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എപ്പോഴാണ്? ഉച്ചയ്ക്ക് ശേഷം. രണ്ടാമത്തെ ക്ലസ്റ്റർ. എങ്ങനെ ടീച്ചർമാരാണ് അല്ലെ? നാടക ചേച്ചി പറയും. കുട്ടികളൊക്കെ ആണോ? സംവിധായിക? സംവിധായകനും കൂടെ ഉണ്ട്. സംവിധായിക. അപ്പൊ ചേച്ചി പറയും, എങ്ങനെയുണ്ട് കുട്ടികള് പെർഫോമൻസ് ഒക്കെ? നല്ലതായിട്ട് അവരുടെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു അല്ലേ? നല്ല 2 മാസം കൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് നടക്കുന്നുണ്ട്. എല്ലാവരും നല്ല മിടുക്കരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ഇവരാദ്യമായിട്ടാണോ കലോത്സവത്തിൽ വരുന്നത്? സംസ്ഥാന കലോത്സവത്തിൽ? സംസ്ഥാന കലോത്സവത്തിൽ ആദ്യമായിട്ടാണ്. അപ്പൊ ശിഷ്യന്മാര് വേറെയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? നേരത്തെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികളെയൊക്കെ. അവർക്കൊക്കെ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഏത് നാടകമാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്? ജാഗരൂക. ഇത് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കുറച്ച്? ഇല്ല, അതിന്റെ മെയിൻ ആക്ട്രസ് ഒരാളും കൂടെ വരാനുണ്ട്. മെയിൻ ആള് വരാനുണ്ട്. എന്നാ കുഴപ്പമില്ല. ടീച്ചർ പ്രിയാസിന്റെ ജാഗരൂക. അപ്പൊ അത് വെച്ചിട്ട് അതാണ് നാടകത്തിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞങ്ങൾ നാടകം അവതരിപ്പിക്കുന്നത്. മറ്റ് പെർഫോം ആരെങ്കിലും ചെയ്യുന്നുണ്ട്? അത് നാടകം മാത്രമാണ്? നാടകം മാത്രം. ഇന്ന് നാടകം മാത്രം. എത്ര കുട്ടികളുണ്ട്? 10 കുട്ടികൾ. 10 കുട്ടികൾ. നാടകത്തിന് വേണ്ടി 10 കുട്ടികൾ. ടോട്ടൽ 24 കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്. മറ്റേതൊക്കെ? നമുക്ക് ഇരുള നൃത്തമുണ്ട്, ഉറുദു പ്രസംഗമുണ്ട്, ഉറുദു ക്വിസ് ഉണ്ട്. ഇതിലൊക്കെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് മംഗലംകളിയൊക്കെ ഉണ്ടായിരുന്നു, മലപ്പുലിയാട്ടം ഒക്കെ. തിരുവനന്തപുരം കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട്. ഇത്തവണയുണ്ട് ഞങ്ങൾക്ക്, പക്ഷേ ജില്ലയിൽ സെക്കൻഡ് ആയിപ്പോയി. അടുത്ത വർഷം പൊളിക്കും. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. അങ്ങനെ നാടകത്തിന് വേണ്ടിയിട്ട് വന്ന കുട്ടികളാണ്. രാവിലെ കലോത്സവ വേദിയൊക്കെ നടന്ന് കണ്ട് ഇതിന് ശേഷം വേണം അവർക്ക് ഇതിന് വേണ്ടിയിട്ട് തയ്യാറാവാൻ അല്ലേ? എന്താ മോളുടെ പേര്? ഏത് ക്ലാസ്സിലാണ്? ആദ്യമായിട്ടാണ് നാടകമായിട്ട് എത്തുന്നത്. എങ്ങനെയുണ്ട് അഭിനയിക്കുമ്പോഴുള്ളൊരു രസമുണ്ട്? കൂട്ടുകാരുടെ കൂടെ എല്ലാം അഭിനയിക്കുമ്പോൾ സ്റ്റേറ്റ് വന്നോണ്ട് അതിൽ ഏറെ സന്തോഷം. ഏറെ സന്തോഷം അല്ലേ? അപ്പൊ ഇനി വരും വർഷങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ. ഓക്കെ. അപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ് വന്നത്. അങ്ങനെ ഓരോരുത്തരും അണിയറയിലാണ്. അവരുടെ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. 9 മണിയോടുകൂടി തന്നെ പരിപാടികൾ ആരംഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ വേഗത്തിൽ റെഡിയാവുകയാണ്. ഇന്നത്തെ ദിവസം അധികം വൈകില്ല. അതായത് ഇന്നലെയൊക്കെ 3-4 മണിവരെയൊക്കെ പോയതുണ്ട്. അത് കുട്ടികൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. രാവിലെ മുതൽ ചിലപ്പോൾ ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ മേക്കപ്പൊക്കെ ഇട്ട് ഇരിക്കുന്ന കുട്ടികളുണ്ട്. ഈ ഭരതനാട്യം മോഹിനിയാട്ടത്തിനൊക്കെയാണ്, ഒപ്പനയ്ക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് അവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ എത്രയും വേഗം ഈ പ്രോഗ്രാമുകൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എന്തായാലും അധികൃതർ ചെയ്യുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണ് അനുശ്രീ ഇപ്പോഴത്തെ കലോത്സവത്തിന്റെ വിശേഷങ്ങൾ. വരും മണിക്കൂറിൽ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കുട്ടികളുമായിട്ടൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ അധികം ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഓരോ പെർഫോമൻസ് കഴിഞ്ഞ ശേഷം മാത്രമേ അവരെയൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ, അവരെ കൊണ്ട് പെർഫോം ചെയ്യിക്കാൻ കഴിയുകയുള്ളൂ. അനുശ്രീ, ഇപ്പൊ 2 ദിവസത്തോളം ആയല്ലോ ഇപ്പൊ കലോത്സവ വേദിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. എങ്ങനെയാണ് കലോത്സവത്തിന്റെ ഓർമ്മകളൊക്കെ ഉണ്ടോ പണ്ടത്തെ? ഏതായാലും വളരെ രസകരമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് ആകാംക്ഷയോടുകൂടിയാണ് കലോത്സവം. എന്റെ ആദ്യത്തെ കലോത്സവ റിപ്പോർട്ടിംഗ് ആണ്. സ്കൂൾ കലോത്സവത്തിലൊന്നും അങ്ങനെ പങ്കെടുത്ത ഒരു വ്യക്തിയല്ല ഞാൻ. നേരത്തെ ബബ്ബിയോടും പറഞ്ഞിരുന്നു, ഞാൻ ആകെ സബ് ജില്ല വരെ പോയത് ഒരു തിരുവാതിരയ്ക്കായിരുന്നു അന്ന് സ്കൂളിൽ നിന്ന്. പിന്നീട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. ജഡ്ജസ്മാർ പറഞ്ഞു പെർഫോമൻസ് അത്ര പോരാന്ന്. അങ്ങനെ അവസാനിപ്പിച്ചതാണ് എൻ്റെ ഈ കലാപ്രകടനങ്ങൾ. പിന്നീട് ആ മേഖലയിലേക്ക് അധികം കൈ കടത്തിയിട്ടില്ല. പക്ഷെ കലോത്സവത്തിന് വരുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ട്. കുട്ടികളെ കാണുന്നുണ്ട്, അധ്യാപകർ, അവരുടെ ഇതിന് പിന്നിൽ അവരിടുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. അത് സാമ്പത്തികമായിട്ടായാലും അവരുടെ ആരോഗ്യപരമായിട്ടായാലും ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ പണിയ നൃത്തത്തിൽ അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ടു ആ ഒരു കലാരൂപം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ പണിയ നൃത്തത്തിൽ തന്നെ ആ കുട്ടികൾ പറയുന്നുണ്ട് ഈ 13 മിനിറ്റാണ് അതിന്റെ ഡ്യൂറേഷൻ. പക്ഷെ അതിനുവേണ്ടി അവർ പ്രാക്ടീസ് ചെയ്യുന്നത് മണിക്കൂറുകളും ദിവസങ്ങളോളാണ്, മാസങ്ങളോളം അവരെടുത്ത എഫേർട്ടാണ് ഇവിടെ വന്ന് അവതരിപ്പിക്കുന്നത്. അതിൽ ഇങ്ങനെ നിവർന്നല്ല, കുനിഞ്ഞു നിന്നിട്ടാണല്ലോ ആ കുട്ടികൾ അത്രയും നേരം അതിങ്ങനെ പെർഫോം ചെയ്യാന്ന് പറയുന്നത് ഒട്ടും
ഒട്ടും എളുപ്പമായിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഒന്നും കലാരൂപമല്ല അത്. ഇപ്പോൾ ഒപ്പനയോ തിരുവാതിരയോ പോലെയുള്ളതല്ല. അതിന് ഇരട്ടി എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട ഒരു കലാരൂപമാണ്. അതിനു വേണ്ടി കുട്ടികൾ ഇടുന്ന എഫേർട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഒത്തൊരുമ, അധ്യാപകർ അവർക്ക് നൽകുന്ന വാക്കുകൾ, അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്നതാണ്. ഒപ്പം ഒപ്പനയായാലും തിരുവാതിരയായാലും പിന്നീട് മിമിക്രിയൊക്കെ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ. ഈ ഹെലികോപ്റ്റർ പറക്കുന്നതും തീവണ്ടിയുടെ ശബ്ദം, ഈ രാഷ്ട്രീയ നേതാക്കളുടെ, അതൊക്കെ വിട്ട് കുറച്ചുകൂടി ന്യൂ ജനറേഷൻ കുട്ടികൾ മാറി ചിന്തിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതും വലിയ സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ നമുക്ക് കൗതുകത്തോടെ കണ്ടിരിക്കാൻ പറ്റുന്ന കാഴ്ചകൾ തന്നെയാണ്. അങ്ങനെ ഓരോ കലോത്സവത്തിലും ഓരോ ഈ കലാ ഇനങ്ങളിൽ തന്നെ കുട്ടികളുടേതായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തി അവതരിപ്പിക്കുന്നുണ്ട്. അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒരു ആവർത്തന വിരസത നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 25 വേദികളുണ്ട്. ആ 25 വേദികളിൽ നമുക്ക് ഓടി നടന്നെടുക്കാൻ പറ്റില്ല. പക്ഷേ നല്ല കുറച്ച് മത്സര ഇനങ്ങൾ നോക്കി നമ്മൾ അത് കാണുകയും ആ കുട്ടികളുമായി വർത്താനം പറയുകയും അവരുടെ സന്തോഷം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സംസ്കൃത നാടകം ഇന്നലെ കുട്ടികളുടെ, അതും വളരെ മനോഹരമായിട്ടാണ് അവർ അവതരിപ്പിച്ചത്. അതിൽ സംസ്കൃതമൊക്കെ നമുക്ക് സംസ്കൃത സ്കൂളാണ്, പക്ഷെ ആ അധ്യാപകൻ തന്നെ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് സംസ്കൃതം പഠിക്കുന്ന അല്ലെങ്കിൽ സംസ്കൃതം പറയുന്ന കുട്ടികൾ ഇല്ല. ആ ഒരു ഭാഷ തന്നെ മറഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിൽ അതിപ്പോഴും കലോത്സവ വേദിയിൽ വന്ന് അവതരിപ്പിക്കുകയും അത് പഠിക്കുന്നതിന് വേണ്ടി കുട്ടികൾ കാണിക്കുന്ന അവരുടെ ആ ഒരു എഫേർട്ടും ഒക്കെ അധ്യാപകനും ഇന്നലെ ന്യൂസ് 18നോട് പങ്കുവച്ചിരുന്നു. അങ്ങനെ നമ്മൾ കാണാതെ അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകുന്ന പല കാര്യങ്ങളും ഈ കലോത്സവ വേദിയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഓർമ്മ വരും. അതോടൊപ്പം തൃശ്ശൂർക്കാരുടെ ജനപങ്കാളിത്തം, അത് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാ വേദികളും നിറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. രാത്രിയൊക്കെ വലിയ ആഘോഷമാണ് ഇവിടെ തൃശ്ശൂർക്കാർക്ക്. പ്രത്യേകിച്ച് വടക്കുന്നാഥനെ തൊഴുതിന് ശേഷമായിരിക്കും അവർ ഓരോ വേദിയിൽ, അത് കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെയാണ് 10 മണിക്ക് 11 മണിക്കൊക്കെ പല വേദികളിലും. അത് ഗ്ലാമർ ഇനങ്ങളായിട്ടുള്ള ഒപ്പന കാണാനും അല്ലെങ്കിൽ നാടോടി നൃത്തം, അങ്ങനെ കുറച്ച് ഐറ്റം കാണാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന കുറച്ച് ആളുകളുണ്ട്. അതൊക്കെ ഇന്നലെ എല്ലാ സദസ്സിലും നിറഞ്ഞു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ പൂരം പോലെ തന്നെ ഈ കലോത്സവ പൂരത്തെയും ഏറ്റെടുത്തിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകൾക്കൊക്കെ അവധിയായതിനാൽ കുട്ടികളും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു പ്രായം ഇവിടെ ഒരു പ്രശ്നമേ അല്ല എന്നത് വീണ്ടും നമ്മൾ ഈ കലോത്സവ വേദികളിലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് മനസ്സിലാവും. സദസ്സുകളിൽ നിറഞ്ഞ് ഈ ഒപ്പന കാണാൻ, ഇന്നലെ ഒപ്പനയൊക്കെ കഴിയുമ്പോഴത്തേക്കും പുലർച്ചെ 3 മണിയോട് അടുപ്പിച്ചായിരുന്നു. മൂന്നാമത്തെ ക്ലസ്റ്ററിൽ 5 ടീം വരെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എന്ത് രസം, അതൊക്കെ ഉറങ്ങാതെ അല്ലെങ്കിൽ ഒട്ടും മുഷിപ്പ് തോന്നാതെ ആളുകൾ ഇരുന്ന് കാണുകയാണ്. അങ്ങനെയാണ് തൃശ്ശൂർക്കാർ ഈ കലോത്സവത്തെ അവരുടെ പൂരമാക്കി ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിലും വലിയ ആഘോഷം തന്നെയാണ്. VS സുനിൽകുമാർ പറഞ്ഞ പോലെ സാമ്പിൾ മാത്രമാണ് ഇപ്പോൾ ആളുകൾ കാണുന്നത്. പക്ഷെ തൃശ്ശൂർക്കാർ ശരിക്കും വെടിക്കെട്ടുമായി വരുന്നതേ ഉള്ളൂ എന്നാണ് VS സുനിൽകുമാർ അല്പസമയം മുമ്പ് പറഞ്ഞത്. ഒപ്പം അവസാന ദിവസം 18-ാം തീയതിയാണ് ഇതിന്റെ അവസാനം. അന്ന് നമ്മുടെയൊക്കെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലാണ് ഇവിടെ എത്തുക. അപ്പോൾ സ്വാഭാവികമായും മോഹൻലാലിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ എണ്ണവും കൂടും, ജനസാഗരമാകും. ഈ തൃശ്ശൂർ പൂരം എന്ന് തന്നെ പറയുന്ന പോലെ കലോത്സവ പൂരം നഗരിയാവും ഈ വടക്കുന്നാഥന്റെ മണ്ണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. എന്തായാലും ഈ പോയിന്റുകൾ പരിശോധിച്ചാൽ കണ്ണൂരാണിപ്പോൾ മുന്നിൽ. പക്ഷേ കോഴിക്കോടും തൃശ്ശൂരും വിട്ടുകൊടുക്കുന്നില്ല. 1-2 പോയിന്റിന്റെ വ്യത്യാസത്തിൽ അവരും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നുണ്ട്. ഈ നിലവിലെ ചാമ്പ്യന്മാരായ തൃശ്ശൂർ ഇപ്പോൾ 3-ാം സ്ഥാനത്താണ്. പക്ഷേ തൃശ്ശൂരിലെ കുട്ടികൾ പറയുന്നത്, തൃശ്ശൂരിലെ അധ്യാപകർ പറയുന്നത് ഞങ്ങൾ ഈ കപ്പ് നേടിയെടുക്കുമെന്നാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. 18-ാം തീയതി അവസാന വിജയെ പ്രഖ്യാപിക്കുമ്പോൾ ആരാണ് ഇത്തവണ സ്വർണ്ണ കപ്പുമായി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അനുശ്രീ, എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള, വളരെ ആഘോഷകരമായി തന്നെയാണ് തൃശ്ശൂർ നഗരം ഇപ്പോൾ ഈ ഒരു കലോത്സവ പൂരത്തിന് ആതിഥ്യമരുളുന്നത്. ശരി, നാമി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം തൊട്ടായിരുന്നു ചില ഗോത്ര സമുദായങ്ങളുടെ കലാരൂപങ്ങൾ കൂടി നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയത്.
അത്തരത്തിലൊന്നാണ് വയനാട്ടിലെ പണിയ സമുദായങ്ങളുടെ തനത് കലാരൂപമായ പണിയ നൃത്തം. അത് ഇത്തവണയും നമ്മുടെ കലോത്സവ വേദിയിൽ വേറിട്ട കാഴ്ചയാവുകയാണ്. കഴിഞ്ഞ തവണ ഞാനും തിരുവനന്തപുരത്ത് കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് ഈ പണിയ നൃത്തമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ചുവടുകളാണെങ്കിലും കൊട്ടാണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ അതിനൊരു വ്യത്യസ്തമായ താളമാണ്. അത് കണ്ടിരിക്കാൻ തന്നെ നമ്മളത് തീരുന്നവരെ ഇങ്ങനെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടിരുന്നു പോകും. അങ്ങനെയൊരു നൃത്തമാണ് ഈ പണിയ നൃത്തം എന്നൊക്കെ പറയുന്നത്. അത് പാലക്കാട് നിന്നുള്ള വിദ്യാർത്ഥികൾ ഇത്തവണ അവതരിപ്പിച്ചിരുന്നു പണിയ നൃത്തം. അതിന് ആസ്വാദകർ ഏറെയായിരുന്നു ഇത്തവണ കലോത്സവ വേദിയിലുണ്ടായിരുന്നത്. വയനാട്ടിലെ പണിയ സമുദായത്തിൽ നിന്നെത്തിയ അധ്യാപകന് തങ്ങളുടെ പാരമ്പര്യ കലാരൂപം കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിന്റെ സന്തോഷവും ന്യൂസ് 18നോട് പങ്കുവച്ചിരുന്നു. ആ കാഴ്ചകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. വയനാട്ടെ ആദിവാസി സമൂഹത്തിന്റെ ഒരു കലാരൂപം പണിയ നൃത്തം കഴിഞ്ഞ വർഷം മുതലാണ് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും അതൊരു മത്സര ഇനമായി കൊണ്ടുവന്നത്. ഇത് 2ാം വർഷം ആ കലോത്സവത്തിൽ ആ ഒരു മത്സര ഇനം അരങ്ങേറിയതിന് ശേഷം നമ്മളോടൊപ്പം പാലക്കാട്ടെ കുറച്ച് കുട്ടികളുണ്ട്. ഹായ്, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്? എ ഗ്രേഡ് കിട്ടും? പിന്നെ എത്ര ദിവസത്തെ പ്രാക്ടീസ് ആണ് നിങ്ങളുടെ? മാസങ്ങളായി. ഒരു സെപ്റ്റംബർ തുടങ്ങിയതാണ്. സാറ് വയനാട്ടിൽ നിന്ന് വന്ന് പഠിപ്പിച്ചു. ഇതിന്റെ ഒരു ഐതിഹ്യം അറിയോ നിങ്ങൾക്ക്? ഈ കലാരൂപത്തെ കുറിച്ചും എന്താണെന്നൊക്കെ നിങ്ങൾ അത്യാവശ്യമൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടോ? 2 പോർഷനായിട്ട് നമ്മൾ കളിക്കാറ്. ഒന്ന് വട്ടക്കളി, പിന്നെ കമ്പളനാട്ടി. അതില് വട്ടക്കളി എന്ന് പറയുന്നത് ആഘോഷ ദിവസങ്ങളിലൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ കല്യാണത്തിനൊക്കെ കളിക്കുന്നതാണ്. പിന്നെ ഈ കമ്പളനാട്ടി എന്ന് പറയുന്നത് നമ്മൾ ഈ നടുണ ആ സമയത്ത് ചെയ്യുന്നതാണ്. ഇതിന്റെ ഒരു നിങ്ങളുടെ ഈ ഇട്ടിരിക്കുന്ന ഓർണമെന്റ്സിനൊക്കെ വളരെ പ്രത്യേകതയുണ്ട് അല്ലേ? അതെ, ഞങ്ങള് തന്നെ ഉണ്ടാക്കിയതാണ്. ഈ ഈയവളയും കമ്മലും ഞങ്ങള് തന്നെ ഉണ്ടാക്കിയത്. പിന്നെ പുറത്ത് പറയുമ്പോ നമുക്ക് വാങ്ങിയതല്ല, നമ്മള് തന്നെ ഉണ്ടാക്കിയതാണ്. മഞ്ചാടിക്കുരു അല്ലേ? ഇത് പഴയ പൈസ അല്ലേ? 25 പൈസ. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? സാറിനെ കൊണ്ടുവന്നതാണ്. വയനാട് സ്വദേശിയാണല്ലേ സാർ? നമുക്ക് സാറിനെ പരിചയപ്പെടാം. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ ഇതൊരു പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു? ബുദ്ധിമുട്ടാണ്, ടാസ്കാണ് നമുക്ക് പഠിച്ചെടുക്കുന്നത്. സംഭവം നമുക്ക് ഈ സ്ലാങ് ഒക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാടുമ്പോൾ സ്ലാങ് വരണം. ഇവർക്ക് കുറെ നേരം കുരിഞ്ഞിന്ന് കളിക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തുടക്കത്തില്. പിന്നെ കളിച്ച് വന്നപ്പോ ഇപ്പൊ ശരിയായി. ഇപ്പൊ ഞങ്ങളെല്ലാരും 2 സബ് ഡിസ്ട്രിക്റ്റും ഡിസ്ട്രിക്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും വേദനൊന്നുമില്ല. ഇപ്പൊ എത്ര നേരം വേണമെങ്കിലും നിന്ന് കളിക്കാം അല്ലേ? എത്ര നേരം വേണമെങ്കിലും നിന്ന് കളിക്കും. കാരണം നമ്മൾ കുറെ ആയല്ലോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ നമ്മള് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നല്ല ഇടുപ്പ് ഫസ്റ്റ് ഒക്കെ, പിന്നെ അങ്ങനെ ശരിയാവും. എനിക്ക് നിങ്ങളുടെ മൂക്കൂത്തി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഉണ്ടാക്കിച്ചോ എവിടെയൊന്നും കിട്ടാനില്ല. പഴയ കാലത്ത് ഉപയോഗിക്കുന്നോണ്ട് നമ്മള് പറഞ്ഞ് ഇവിടെ ഒരാളുടെ അടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് നമുക്കായിട്ട്. ഇതും നിങ്ങൾ തന്നെയാണ് കൊട്ടേണ്ടത് അല്ലേ? ഇത് കൊട്ടി പെർഫോം ചെയ്യണം. 3 പേര് കൊട്ടാൻ, ഒരാള് മറ്റേ ചീനം വായിക്കാൻ, ഒരാള് പാടും. ഇതെല്ലാവരും ഈ പാട്ട് പാടും? എല്ലാരും പാടി കളിക്കുന്നത് അല്ലേ? ഇത് പഠിച്ചെടുക്കാനും അല്പം ബുദ്ധിമുട്ടിയും തോന്നുന്നു. നല്ല ബുദ്ധിമുട്ടി. എന്നാൽ നമുക്ക് അധ്യാപകനെ കൂടി വിളിക്കാം. സാർ വരൂ. വയനാടുകാരനാണ്. അവരുടേതായിട്ടുള്ള ഒരു കലാരൂപം തന്നെയാണ്. സാർ, ആദ്യം തന്നെ ഈ ഒരു കലാരൂപം നമ്മുടെ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിൽ അഭിനന്ദനങ്ങൾ. എങ്ങനെയുണ്ട് ഈ ഒരു കലോത്സവത്തിൽ? കഴിഞ്ഞ വർഷമാണ് ഈ ഒരു കലാരൂപം കൂടി ഉൾപ്പെടുത്തിയത്. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനൊരു പണിയഭാഗത്തിന് വേദിയിൽ കയറാനും ഈ പണിയ നൃത്തം അവതരിപ്പിക്കാനൊക്കെ കിട്ടിയതിന് ആദ്യം സർക്കാരിനോട് നന്ദി പറയുകയാണ്. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ പാലക്കാട് ജില്ലയിലും ഇടുക്കി, വയനാട് നിന്ന് വരെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർഷവും സാധിച്ചു. ഇതൊരു മത്സരം എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഈ കലാരൂപം എത്തിക്കുക എന്നത് തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? അതെ. പിന്നെ ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതൊന്ന് വയനാട് ജില്ലത്തെ പിന്നെ അതേപോലെ തന്നെ ഈ കുട്ടികൾ അത്രയും വൃത്തിയോടെ പണിയ നൃത്തത്തിനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ പൈസയൊക്കെ ഇത് പണ്ട് കാലങ്ങളിലാണ് കൂടുതൽ അമ്മമാരാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അത് കിട്ടാനില്ല. പല വീടുകളിലും പോയിട്ട് ഈ 25 പൈസ 10 പൈസ ഒക്കെ കളക്ട് ചെയ്ത് അത് തട്ടാന്റെ അടുത്ത് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കി വരുന്നത്. സാർ, അപ്പൊ വയനാട്ടിൽ നിന്ന് പാലക്കാട് വരുമല്ലേ കുട്ടികളെ ഇത് പഠിപ്പിക്കാൻ? അതെ അതെ. ആണോ? വളരെ ബുദ്ധിമുട്ടിയാണ് സാറ് നിങ്ങളെ അല്ലേ അടുത്ത് വന്ന് ഇത് പഠിപ്പിക്കുന്നത്. സാറ് എത്ര ദിവസം ഇവിടെ തങ്ങോ? പാലക്കാട് തങ്ങി? അതെ, ഞാൻ വന്നിട്ട് ചിലപ്പോ ഒരാഴ്ച, ചിലപ്പോ 3 ദിവസം ഒക്കെ നിന്നിട്ടാണ് പോവുക.
കുട്ടികളും അതുപോലെ എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. ടീച്ചറാണെങ്കിലും സാർമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും കട്ട സപ്പോർട്ടാണ്. ഇപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു പെർഫോമൻസ് കണ്ടാലോ? ഒരു ചെറിയ പോർഷൻ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് അവതരിപ്പിക്കോ? ഓക്കെ. മനോഹരമായിട്ടാണ് ഇവരിത് കളിച്ചത്. അവരുടെ മുഖത്തെ ചിരിയും ആ ഒരു താളവും ഒക്കെ എന്ത് രസമായിട്ടുണ്ടെന്നറിയാം. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്നാലും നമ്മളിത് കാണാത്ത ആളുകൾക്ക് അല്ലെ, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. നമ്മൾ സാധാരണ യൂട്യൂബിലോ അങ്ങനെയൊക്കെ കാണാറുള്ളൂ. പക്ഷെ ഇത് നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര രസമുണ്ട്. എന്ത് സുന്ദരികളായിട്ടാണ് നിങ്ങൾ ചിരിച്ച് ഇത് പെർഫോം ചെയ്തപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതേ ഒരാള്, ഇതിന്റെ പേര് ചീനം. ഇത് എങ്ങനെ പഠിച്ചെടുത്തു? കുറച്ച് കഷ്ടപ്പെട്ടു പഠിക്കാൻ. നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ലോണം കഷ്ടപ്പെട്ടു. പെട്ടെന്ന് അവരിനെ പോലെ വായിക്കാൻ കിട്ടില്ല. എന്നാലും ശ്വാസമൊക്കെ നല്ലോണം ടഫ് ഉണ്ട് ചെയ്യാൻ. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് ചിരട്ട അല്ലേ? ചിരട്ടനെ വെച്ചിട്ട് അതിനെ ഇങ്ങനെ അതിനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയതാണ്, കട്ട് ചെയ്തിട്ട്. പിന്നെ ഇത് പനയോല, അതിന് കട്ട് ചെയ്തിട്ട് അതിലാണ് ഇത് വായിക്കാൻ ശബ്ദം വരുന്നത്. അതിലാണ് ഈ സൗണ്ട് വരുന്നത്. നല്ല അപ്പൊ ശ്വാസം നന്നായിട്ട് എടുത്തു വായിക്കണം അല്ലേ? ഒറ്റ ശ്വാസത്തിനെ കുറെ നേരം ഊതാൻ നോക്കണം. അത് കുറെ നേരം 5 മിനിറ്റ് ഒക്കെ ഊതുമ്പോഴേക്കും തളരും. സ്വാഭാവികം. സാറ് പഠിപ്പിച്ചെടുത്തു അല്ലേ? സത്യം സാറുള്ളതുകൊണ്ടാണ് പഠിച്ചത്. സാറിന്റെ ഓരോ ഇങ്ങനെ സാർ പറഞ്ഞു തരുമ്പോ പെട്ടെന്ന് കിട്ടും. സാർ വയനാടത്തെ സാറ് അപ്പോ ഓരോ ടൂണും പറഞ്ഞു തരുമ്പോ പെട്ടെന്ന് കിട്ടും. ഇത് തുടി. ഇതും എങ്ങനെ പഠിച്ചെടുത്തു? ഇത് എളുപ്പമാണോ? കാണുന്ന പോലെ അല്ല അല്ലേ? നമ്മൾ വിചാരിക്കും വെറുതെ ഇങ്ങനെ അങ്ങ് കൊട്ടിയാ മതി. പക്ഷെ അതല്ല, താളത്തിൽ തന്നെ കൊട്ടണം. നല്ല താളം വേണം. തെറ്റിക്കഴിഞ്ഞാൽ അത് പോയതാണ്. കൊറേ പ്രാക്ടീസ് ചെയ്ത് കൈയൊക്കെ നല്ല വേദന ഉണ്ടാവും. നന്നായി ചെയ്ത്. ഇത് എത്ര മിനിറ്റ് ആയി ഇതിന്റെ ഒരു ഡ്യൂറേഷൻ ഉള്ളത്? 13 മിനിറ്റ്സ്. അപ്പൊ ഈ 30 മിനിറ്റ് 13 മിനിറ്റ്. അപ്പൊ ഈ 13 മിനിറ്റും നിങ്ങൾ ഇങ്ങനെ കൊട്ടണം അല്ലേ? കണ്ടിന്യൂസ് ആയിട്ട്. വലിയൊരു എഫേർട്ട് തന്നെയാണ് നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും ഇതിലിടുന്നത്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഈ ഒരു കലാരൂപത്തെ വീണ്ടും നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തി ഇത് 2ാമത്തെ തവണയാണ് ഇത് കാണാത്ത ആളുകളിലേക്ക് എത്തിക്കുന്നത്. തന്നെ വലിയ സന്തോഷമാണ്. അതിന് ഇവരുടെ അധ്യാപകരിടുന്ന അവരുടെ ഒരു പ്രയത്നവും അത് ചെറുതല്ല. പ്രത്യേകിച്ച് വയനാട്ടുകാർക്ക് മാത്രം അറിയാവുന്ന ഒരു കലാരൂപമാണ്. അത് മറ്റിടങ്ങളിലേക്കും കൊണ്ടുവരിക, അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് കൈമാറി അവരിത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രതീക്ഷ കൂടി അവർക്കുണ്ട്. എന്തായാലും വളരെ മനോഹരമായ പണിയ നൃത്തമാണ് നമ്മുടെ ഈ കുട്ടികൾ കാഴ്ചവെച്ചത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 തൃശൂർ. കണ്ണൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടിയ വിദ്യാർത്ഥിനി മരിച്ചു. 17-കാരിയായ അയോന മോൺസണാണ് മരിച്ചത്. പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് മരണം. തിങ്കളാഴ്ചയാണ് അയോന സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടിയത്. പയ്യാവൂർ സേക്രഡ് ഹാർട്ട് സ്കൂൾ വിദ്യാർത്ഥിയാണ് അയോന മോൺസൺ. സുമേഷ് മൊറാട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുമേഷ്, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത്. ഈ പെൺകുട്ടി സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടാനുണ്ടായ കാരണം എന്തായിരുന്നു? അത്തരത്തിൽ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ?
അനുശ്രീ, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അത് ഇത്തരമൊരു ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാരണത്തിൽ ഇപ്പോൾ ഇതുവരെ വ്യക്തമല്ല. ഏതായാലും പയ്യാവൂർ സേക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായിരുന്നു അയോന മോൺസൺ. കുട്ടിക്ക് 17 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 8:10 കൂടിയായിരുന്നു ഇത്തരമൊരു ദാരുണമായ സംഭവം നടക്കുന്നത്. സ്കൂളിലെത്തിയ വിദ്യാർത്ഥിനി കെട്ടിടത്തിന്റെ 3ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. ഗുരുതരമായി തലക്കും അതുപോലെ തന്നെ കാലിനുമാണ് പരിക്കേറ്റത്. ഉടൻ തന്നെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഈ കഴിഞ്ഞ 4 ദിവസമായി കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയായിരുന്നു ഈ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. ഏതായാലും കുട്ടിയുടെ ഈ മൃതദേഹം ഇപ്പോൾ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിനിടെ ഈ കുട്ടിയുടെ അവയവങ്ങൾ ഈ ദാനം ചെയ്തതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കുക. അനുശ്രീ. ശരി, സുമേഷ് മൊറാഴയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇനി സ്പെഷ്യൽ ഡേയിലേക്ക് പോകാം. കൊല്ലം ചന്ദനത്തോപ്പ് സ്വദേശികളായ സുജിൻ ഷംസുദ്ദീന്റെയും ആമിനയുടെയും മകൾ സുഹറ സുജിന്റെ 10ാം പിറന്നാളായിരുന്നു ഇന്നലെ. മാതാപിതാക്കളും മറ്റു ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ് സുഹറയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നിരിക്കുന്നത്. ഞങ്ങൾ ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും സുഹറയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ചെങ്ങന്നൂർ ഇരമല്ലിക്കരയിലെ പ്രദീപ് കുമാറിന്റെയും പാർവതിയുടെയും മകൾ പവിത്രയുടെ ജന്മദിനമാണിന്ന്. സഹോദരൻ രഘുറാം അടക്കം കുടുംബാംഗങ്ങളൊക്കെയാണ് പവിത്രയ്ക്ക് ആശംസകൾ നേർന്നിരിക്കുന്നത്. ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പവിത്ര കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വീണ്ടും കാണാൻ കുറേ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി. ഇടവേള, പോലീസ് പെട്രോൾ കാണാം.